ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് വെറും 2 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മാവൊന്നും കുഴക്കാതെ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് നന്നായിട്ട് അടിച്ചെടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും സ്മൂത്തായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി പാൻ ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു തവിയൊന്നും വേണ്ട, ഒരു അര തവിയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ സൈസിലാണ് കേട്ടോ നമ്മളപ്പം റെഡിയാക്കി എടുക്കുന്നത്. ഇത്രയും സൈസ് മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരവിയതും പഞ്ചസാരയാണ് കേട്ടോ നമ്മളിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ തേങ്ങ ചിരവി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ മുകളിലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം നല്ല പഞ്ചസാര ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഒരു തേങ്ങയും പഞ്ചസാരയും കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിക്കായിട്ട് വേണ്ട കേട്ടോ, തിന്നായിട്ട് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. വലിയ പാനൊക്കെ ആണെങ്കിൽ 4-5 ഒപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ ഇതിനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു തേങ്ങയ്ക്ക് വരുന്ന ഈ ഒരു മുകൾ ഭാഗം കൂടി മറിച്ചിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇതിൽ പഞ്ചസാരയ്ക്ക് ഒരു കാരമലായ പോലെ, അതായത് ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോഴാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഉള്ളിൽ തേങ്ങ പഞ്ചസാരയൊക്കെ വന്നിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ പൂവടയൊക്കെ കഴിക്കാറില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എന്തായാലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാവൊന്നും കുഴക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്